ലാലി ജെയിംസ് അടുത്തയാളെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. UDF സ്ഥാനാർത്ഥി. ഒരു പക്ഷേ UDFന് ഭരണം കിട്ടുകയാണെങ്കിൽ മേയറാകാൻ വരെ സാധ്യതയുള്ള കരുത്തയായ ഒരാളെ ഇതാ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. മാമത്യപ്പ് മഴ പോയി. ഏറ്റവും പ്രധാനം. എങ്ങനെയാണ്? വളരെ മനോഹരമായിട്ട് പോണു. വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ 4ാം തവണ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ഒരു തവണ 2015-20 ലാലൂരിലെ തന്നെ കൗൺസിലറായിരുന്നു. 2010-15 കാര്യാട്ടുകര, 15-20 ലാലൂര്, 20-25 കാര്യാട്ടുകര, വീണ്ടും ഇപ്പൊ നമ്മൾ വീണ്ടും ലാലൂരിലേക്ക് വന്നിരിക്കുക. നല്ല വഴക്കുണ്ട് ഇക്കാര്യത്തിൽ, ഈ പ്രചാരണത്തിലും മത്സര രംഗത്തും. എന്തിനാണ് വഴക്ക്? വഴക്കിന്റെ ആവശ്യമില്ല. വഴക്കം, തഴക്കം. യെസ്, തഴക്കം. ദാറ്റ് ഈസ് എക്സ്പീരിയൻസ്. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കുറി ലാലൂരിലെ ടൈറ്റാണ്. ഇപ്പൊ ലിസി ജോയ് വന്നു പോയതേ ഉള്ളൂ. അവര് വലിയ എഴുത്തുകാരിയാണ്, ആളുകൾക്ക് അറിയാവുന്ന ഒരു മുഖമാണ്. അപ്പോ ലാലി ജെയിംസിനെ വീഴ്ത്താൻ വേണ്ടി ഒരു കരുത്തയായ സ്ഥാനാർത്ഥിയെ തന്നെ LDF രംഗത്തിറക്കിയിരിക്കുന്നു. പേടിയുണ്ടോ? എന്തിനു പേടിക്കണം? ആരെ പേടിക്കണം? ഞാൻ ജനമനസ്സുകളിലാണ്, സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ മറ്റേ സ്ഥാനാർത്ഥിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം ഈ ഒരു 15 വർഷമായിട്ട് കൗൺസിലർ എന്ന രീതിയിലും 2 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. മാത്രമല്ല, അതിക്ക് മുമ്പ് തന്നെ ഞാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റായിട്ട് നിരവധി വർഷം സമൂഹത്തിന് വിവിധ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 2 വായനശാലകൾ ഉണ്ടാക്കിയൊരു വ്യക്തിയാണ്. അപ്പോൾ പുസ്തകങ്ങളോടും വായനയോടും സാംസ്കാരിക രംഗത്തും ഞാൻ നിറഞ്ഞിരിക്കുന്നു. ഞാനൊരു കലാകാരി കൂടിയാണ്. ഞാൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ തൃശ്ശൂരിലെ പ്രഗത്ഭമായിട്ടുള്ള പല നാടകവേദികളിലും നാടകം എഴുതുകയും ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇത് എന്ന് പറയുന്നൊരു പ്രാദേശിക ലക്ഷണമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്ര കണ്ട് സേവനം ചെയ്യാൻ കഴിയുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് വോട്ടെടുപ്പ്. അല്ലാതെ ലോക പ്രശസ്തരായിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ ഈവൻ ലാലൂരിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു കൗൺസിലർ എന്നുള്ള ഒരു ഖ്യാതി എനിക്ക്. ലാലൂരിലെ മാലിന്യ പ്രശ്നമൊക്കെ വളരെ കാര്യക്ഷമമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ LDF ഭരണകൂടത്തിന് കഴിഞ്ഞു എന്ന് പറയുന്നു. അവിടെ IM വിജയന്റെ സ്റ്റേഡിയം, മനോഹരമായ ഒരു സ്റ്റേഡിയം പണിത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആത്മവിശ്വാസം അവിടെ LDF കാൻഡിഡേറ്റിനുണ്ട്. നല്ലതാ, കുഴപ്പമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം 2012 ലാലൂർക്ക് മാലിന്യം കൊണ്ടുവരെ UDF നിർത്തിവെച്ചത്. IP പോളിന്റെ സമയത്താണ്, മേയറായിരിക്കുമ്പോഴാണ് മാലിന്യം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നിർത്തൽ ചെയ്തത്. അപ്പോൾ അതിന് ഗ്രൗണ്ട് ഒരുക്കിയത് UDF ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മാത്രമല്ല, IM വിജയന്റെ പേരിൽ ഒരു സ്റ്റേഡിയം വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് തൃശ്ശൂർ നഗരത്തിൽ തന്നെ നമുക്കറിയാം, പാലസ് ഗ്രൗണ്ടൊക്കെ അദ്ദേഹം കോലത്തുമ്പ് അടുത്ത് പന്തുരുട്ടി വളർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതലേ എൻ്റെ ഒരു കൂട്ടാളിയാണ് അദ്ദേഹം. ഞാൻ അവിടെ അടുത്തുള്ള നഴ്സിംഗ് ഹോമിൽ ഞാൻ വർക്ക് ചെയ്തിരിക്കുമ്പോൾ തന്നെ ചെറുപ്പകാലം തൊട്ടേ പരിചിത മുഖങ്ങളാണ് നമ്മളുടേത്. അപ്പോൾ ഞാനും വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ IM വിജയനും. അപ്പോൾ അദ്ദേഹം കാൽപന്തുരുട്ടിയ സ്ഥലത്ത് തന്നെ ഈ പാലസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പേര് കൊടുക്കണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയുള്ള സ്റ്റേഡിയം, അതൊക്കെ ഒന്ന് പ്രൈവറ്റ് കമ്പനിക്ക് എഴുതി തള്ളിയിരിക്കുകയാണ് കോർപ്പറേഷൻ. അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ലാലൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റേഡിയം വന്നു. അത് എന്നെ സംബന്ധിച്ച് ഞാനിത് കൗൺസിലിനകത്തും പുറത്തും വളരെ വലിയ രീതിയിൽ മുന്നോട്ട് വെച്ചൊരു കാര്യം, നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു തൊഴിൽ കൊടുക്കുന്ന ഒരു കേന്ദ്രം. അതായത് ഇപ്പോൾ IT പാർക്കുണ്ട്, IT കമ്പനികളുണ്ട്. ഇത്രയും വിസ്തൃതമായിട്ടുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഒരു IT കമ്പനി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ്. കാരണം എത്രയോ യുവാക്കളാണ് +2 കഴിഞ്ഞാൽ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നത്. പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ കുടുംബത്തിനോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ പലരും തിരിച്ചെത്തുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ യുവജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു തൊഴിൽശാലകൾ ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് ശ്രമിക്കാഞ്ഞത് എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ്. കഴിഞ്ഞ തവണയുണ്ടല്ലോ. മാത്രമല്ല, ഒരു കാര്യം കൂടെ ഇതിനകത്ത് സൂചിപ്പിക്കാനുണ്ട്. ആ പ്രദേശത്തുള്ള വീടുകളിലേക്ക് ഞാൻ പ്രചരണത്തിൻ്റെ ഭാഗമായി കടന്നു ചെന്നപ്പോൾ വീടുകൾ കെട്ടിമേഞ്ഞിട്ടില്ല, കുടിവെള്ളത്തിൻ്റെ ക്ഷാമമുണ്ട്, അവർക്ക് സഞ്ചാരയോഗ്യമായ റോഡുകളില്ല. അപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും മുനിസിപ്പൽ ക്വാർട്ടേഴ്സ് പ്രദേശത്തേക്ക് നിങ്ങൾ എൻ്റെ കൂടെ വാ. കാരണം തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയവും തൊട്ടുപ്പുറത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ എന്തിനാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു കാര്യം. രണ്ടാമതൊരു കാര്യമുള്ളത്,
നമുക്കിപ്പോൾ എല്ലാം വേണം, ഇപ്പോൾ സ്റ്റേഡിയം വേണം, പക്ഷേ സാധാരണ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു വികസനമല്ല നമുക്ക് വേണ്ടത്. കഴിഞ്ഞ തവണ ഉണ്ടല്ലോ സീറ്റ് കൊടുക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി മത്സരിച്ച എം കെ വർഗീസിനെ കൂടെ നിർത്തിയാണല്ലോ LDF ഭരണം പിടിച്ചത്. ഇപ്പോഴും ഇപ്രാവശ്യവും തർക്കങ്ങളൊന്നും കുറവായിരുന്നില്ല, വിമതശല്യവും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന UDF ജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ്. 100%. എന്താ സംശയം? നിങ്ങൾ കാണുന്നില്ലേ ഈ കേരളത്തില് ഇപ്പൊ ഇത് ഞാൻ കോർപ്പറേഷന്റെ ഭരണത്തെക്കുറിച്ച് മാത്രം എടുക്കണം, മറ്റുള്ള നിയമസഭ പാർലമെന്റ് വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം തന്നെ എത്ര കോടി രൂപയുടെ വികസനം നടത്തിയെന്ന് അവർ പറയുന്നു. ഈ വികസനം നിങ്ങൾക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? കാരണം ഈ ഭൂമിക്കടിയിൽ കോടിക്കണക്കിന് രൂപയുടെ പൈപ്പ് സ്ഥാപിച്ചതുകൊണ്ട് അത് വികസനമാകുമോ? അത് പ്ലോട്ടിംഗ് സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പീച്ചിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് കുടിവെള്ളം ലഭിക്കുന്നത്. ആ കുടിവെള്ളത്തിന് കൃത്യമായിട്ടുള്ള ആ സോഴ്സുകളില്ലാതെ എങ്ങനെയാണ് നമുക്ക് വെള്ളം വിതരണം ചെയ്യാൻ കഴിയുക? അപ്പോൾ സോഴ്സുകൾ കണ്ടെത്തണം. ഇപ്പോൾ പീച്ചി ഡാം മാത്രമല്ല, അതിന് അപ്പുറത്തുള്ള വിമതശല്യം ഇപ്പോഴും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായി. അല്ല, അത് ഓരോ വ്യക്തികളുടെ താല്പര്യമല്ലേ. ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കെങ്കിലുമൊക്കെ മത്സരിക്കാൻ തോന്നുകയാണെങ്കിൽ അവർ മത്സരിക്കും. ജനങ്ങൾ മനസ്സിലാക്കും. എന്ത് മനസ്സിലാക്കും? കഴിവും പ്രാപ്തിയും പൊതുജനങ്ങളുടെ ഇടയിൽ അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ ഉതകുന്ന വ്യക്തിത്വം ആരാണെന്നുള്ളതാണ് ജനങ്ങൾ അന്വേഷിക്കുക. ലാല് ജയിച്ചു വന്നാൽ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ മേയറാവോ? എനിക്ക് അത് പറയേണ്ടത് എൻ്റെ പാർട്ടിയാണ്. എൻ്റെ പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് പാർട്ടിക്കൊപ്പം നിൽക്കും. ആ സ്ഥാനം കിട്ടിയാൽ വളരെ സന്തോഷം. അല്ല, അതിപ്പോൾ സ്വാഭാവികമാണല്ലോ. അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് ഡിസ്കഷൻ്റെ ആവശ്യമില്ല. ശരി, ലാലി ജെയിംസ്.